തൃശ്ശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ മുകേഷ് ലാൽ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശ്ശൂർ. തൃശ്ശൂർ നഗരത്തിൽ നാളെ പുലികളിറങ്ങും. പുലിക്കളിയോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. നാളെ വൈകിട്ട് 4 മുതൽ പുലിക്കളി TCVയിൽ തത്സമയം. കൊടകരയിൽ BJP പ്രവർത്തകൻ അഭിലാഷിനെ വധിച്ച കേസിൽ 3 പേർ കൂടി പിടിയിൽ. മുഖ്യ സൂത്രധാരനടക്കമുള്ള സംഘമാണ് പിടിയിലായത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 5 ആയി. ശ്രീനാരായണ ഗുരു ജയന്തി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഗുരുപൂജ, പ്രാർത്ഥനാ യോഗം, ഘോഷയാത്ര തുടങ്ങിയായിരുന്നു പരിപാടികൾ. മരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ഹരിത സമൃദ്ധി തിരിച്ചുപിടിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരൻ. ആരാധന പോലെ ഏറ്റെടുക്കേണ്ട വിശുദ്ധമായ കർമ്മമാണ് പ്രകൃതി പരിപാലനമെന്നും പെരുമ്പടവം. ഫുൾ കോൺടാക്ട് മാർഷൽ ആർട്സ് ടൂർണമെന്റ് തൃശൂരിന് പുതുമയായി. ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് വിദേശികളടക്കമുള്ള 300ഓളം കായിക താരങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ നഗരത്തിൽ നാളെ അരങ്ങേറുന്ന പുലിക്കളിക്കായി പുലിമടകളിൽ ഒരുക്കങ്ങൾ സജീവം. പുലിക്കളിയുടെ വരവറിയിച്ച് അതത് ദേശങ്ങളിൽ ചമയ പ്രദർശനവും പുലിവാൽ എഴുന്നള്ളിപ്പും നടന്നു. പൂരനഗരി പുലിനഗരമായി മാറുന്നതോടെയാണ് തൃശൂരിന്റെ ഓണാഘോഷങ്ങൾക്ക് ഔപചാരികമായ പരിസമാപ്തിയാവുക. നിശ്ചല ദൃശ്യങ്ങൾ സജ്ജമാക്കുന്നതിനൊപ്പം പുലിവർണ്ണങ്ങൾ ഒരുക്കുന്ന തിരക്കുകളിലാണ് പുലിമടകളിൽ തകൃതിയായി നടക്കുന്നത്. ടെമ്പറർ പൗഡർ അരച്ച് വാർണിഷിൽ ചാലിച്ചാണ് പുലിക്കളി വേഷത്തിനുള്ള ചായക്കൂട്ടൊരുക്കുന്നത്. 8 ദേശങ്ങൾ ഇത്തവണ പുലിക്കളി മഹോത്സവത്തിനായി അണിഞ്ഞൊരുങ്ങുന്നുണ്ട്. പൂത്തോൾ, കോട്ടപ്പുറം സെന്റർ, കോട്ടപ്പുറം ദേശം, പൊങ്കുന്നം സെന്റർ, മൈലിപ്പാടം, പടിഞ്ഞാറേക്കോട്ട, നായ്ക്കനാൽ, ചേറൂർ എന്നീ ടീമുകളാണ് ഇത്തവണ പുലിക്കളിയിൽ പങ്കെടുക്കുന്നത്. നാളെ വൈകിട്ട് 4 മുതലാണ് പുലികൾ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചു തുടങ്ങുക. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ DTPCയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പുലിക്കളി മഹോത്സവത്തിൽ ഇത്തവണ മെയ്യെഴുത്ത്, മേളപ്രമാണി എന്നിവർക്ക് സമ്മാനങ്ങൾ നൽകും. പുലിക്കളി നാളെ വൈകിട്ട് 4 മുതൽ TCVയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. പുലിയിറക്കത്തിന്റെ വരവറിയിച്ചു നടന്ന കോട്ടപ്പുറം ദേശത്തിന്റെ ചമയ പ്രദർശനം ആകർഷകമായി. വേൾഡ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ സുബ്ബയ്യ നല്ലമുത്തു ചമയ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത പുലിമുഖങ്ങളും ആടയാഭരണങ്ങളുമാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നത്. നിശ്ചല ദൃശ്യങ്ങളുടെ നിർമ്മാണം അണിയറയിൽ പുരോഗമിക്കുകയാണ്. സ്വർണ്ണാഭരണ വിപണന രംഗത്തെ വിശ്വാസത്തിന്റെ പര്യായമായ കല്യാൺ ജ്വല്ലേഴ്സാണ് പുലിയിറക്കത്തിൽ കോട്ടപ്പുറം ദേശത്തിന്റെ മുഖ്യ സ്പോൺസർ. പുലിക്കളിയോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ നാളെ ഉച്ചയ്ക്ക് 2:30 മുതൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. രാവിലെ മുതൽ സ്വരാജ് റൗണ്ടിൽ ഒരു വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. കോലോത്തുംപാടം, ഇൻഡോർ സ്റ്റേഡിയം, ശക്തനഗറിലെ തിരക്കില്ലാത്ത ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതാണെന്ന് പോലീസ് അറിയിച്ചു. കൊടകര വാസുപുരത്ത് BJP പ്രവർത്തകൻ അഭിലാഷ് കൊല്ലപ്പെട്ട കേസിൽ 3 CPM പ്രവർത്തകർ കൂടി പോലീസ് പിടിയിലായി. വാസുപുരം സ്വദേശികളായ ഡെന്നീസ്, ശിവദാസൻ, രാജൻ എന്നിവരാണ് വാസുപുരത്ത് അഭിലാഷ് കൊല്ലപ്പെട്ട കേസിൽ അറസ്റ്റിലായത്. പ്രതികളിൽ രാജനെ പരിസരത്തെ ജാതിത്തോട്ടത്തിൽ നിന്നും ഡെന്നീസ്, ശിവദാസൻ എന്നിവരെ ട്രെയിനിൽ മംഗലാപുരത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലുമാണ് പിടികൂടിയത്. ടിക്കറ്റുമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിനിടെയാണ് പോലീസ് തന്ത്രപരമായി ഡെന്നീസിനെയും ശിവദാസിനെയും കുടുക്കിയത്. ഡെന്നീസുമായി കൊല്ലപ്പെട്ട അഭിലാഷ് ഉത്രാട ദിനത്തിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നും ഇതിനിടയിൽ അഭിലാഷ് ഡെന്നീസിനെ മർദ്ദിച്ചിരുന്നെന്നും ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് പ്രതികളെ പ്രാഥമികമായി ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരമെന്ന് ചാലക്കുടി DYSP KK രവീന്ദ്രൻ പറഞ്ഞു. എന്നാൽ ഡെന്നീസിനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസിന് പരാതി ലഭിച്ചിട്ടില്ലെന്നും DYSP അറിയിച്ചു. കേസിൽ 2 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. പ്രതികളിൽപ്പെട്ട സജീവിനെയും കണ്ടാൽ അറിയാവുന്ന 3 പേരെയും കൂടി ഇനി പിടികൂടാനുണ്ടെന്നും പ്രധാന പ്രതികളെന്ന് കരുതുന്ന 5 പേരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളതെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ BJP ഹർത്താലിനിടെ പാർട്ടി ഓഫീസുകളും വീടുകളും കൊടിതോരണങ്ങളും മറ്റും തകർത്ത സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും DYSP അറിയിച്ചു. TCV ന്യൂസ്, കൊടകര. കൊടകരയിലും വാസുപുരത്തുമുണ്ടായ അക്രമ സംഭവങ്ങളിൽ BJPയെയും RSSനെയും സഹായിക്കുന്ന നിലപാടാണ് പോലീസ് കൈക്കൊണ്ടതെന്ന് CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ പറഞ്ഞു. മറ്റത്തൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തകർക്കപ്പെട്ട CPM ഓഫീസുകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരത സൃഷ്ടിച്ച് ജനങ്ങളെ ഒതുക്കി നിർത്താനാണ് BJP ശ്രമിക്കുന്നതെന്ന് മൊയ്തീൻ പറഞ്ഞു. മറ്റത്തൂർക്കുന്ന്, വാസുപുരം, കോടാലി എന്നിവിടങ്ങളിലെ തല്ലി തകർക്കപ്പെട്ട CPM ഓഫീസുകളും നൂലുവല്ലി, വാസുപുരം എന്നിവിടങ്ങളിൽ CPM പ്രവർത്തകരുടെ തകർക്കപ്പെട്ട വീടുകളും AC മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു.
MLA-മാരായ BD ദേവസി, ബാബു M പാലിശ്ശേരി, പ്രൊഫസർ C രവീന്ദ്രനാഥ്, CPM ജില്ലാ നേതാക്കളായ UP ജോസഫ്, MM വർഗീസ്, KK രാമചന്ദ്രൻ, കൊടകര ഏരിയ സെക്രട്ടറി TA രാമകൃഷ്ണൻ എന്നിവരും മൊയ്തീനോടൊപ്പം ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ 161ാമത് ജയന്തി വിവിധ പരിപാടികളോടെ നാടെങ്ങും ആഘോഷിച്ചു. SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഗുരുദേവന്റെ ചിത്രങ്ങൾക്കും പ്രതിമകൾക്കും മുന്നിൽ പുഷ്പാർച്ചന, ഭദ്രദീപം തെളിയിക്കൽ, ഘോഷയാത്ര തുടങ്ങിയ പരിപാടികൾ നടന്നു. ഘോഷയാത്രയിൽ നൂറുകണക്കിന് ശ്രീനാരായണീയർ അണിനിരന്നു. ശ്രീനാരായണ ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് കൂർക്കഞ്ചേരി ശ്രീനാരായണ ഭക്ത പരിപാലന യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ജയന്തി സമ്മേളനം സംഘടിപ്പിച്ചു. ശ്രീ മാഹേശ്വര ക്ഷേത്രം ശ്രീനാരായണ ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം പ്രസിഡന്റ് MK സൂര്യപ്രകാശ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ മുകേഷ് കുളപ്പറമ്പിൽ, ജയപ്രകാശ് പൂവത്തിങ്കൽ, വിനോദ് പൊള്ളാഞ്ചേരി, SNDP യോഗം ഭാരവാഹികളായ ഡോക്ടർ TK വിജയരാഘവൻ, AK മോഹൻദാസ്, PK ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ധനസഹായങ്ങൾ വിതരണം ചെയ്തു. മരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ഹരിത സമൃദ്ധി തിരിച്ചുപിടിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പൊതുസമൂഹത്തിനുണ്ടെന്നും സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരൻ പറഞ്ഞു. തൃശൂർ വ്യാകുലമാതാവിൻ ബസിലിക്കയിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സൂര്യകീർത്തനത്തെ ആസ്പദമാക്കി ആവിഷ്കരിച്ച ധ്യാനവീതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു പെരുമ്പടവം ശ്രീധരൻ. പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് മാത്രമേ ദൈവത്തെ സ്നേഹിക്കാനാകൂ. മരം നടുമ്പോൾ ഒരു സുഹൃതം കൂടിയാണ് നാം നട്ടുവളർത്തുന്നത്. ആരാധന പോലെ ഏറ്റെടുക്കേണ്ട വിശുദ്ധമായ കർമ്മമാണ് പ്രകൃതി പരിപാലനം. വിഭാഗീയതയുടെ ഭീതി അകറ്റാൻ ഇത്തരം നല്ല മാതൃകകൾ നമുക്കിന്ന് അനിവാര്യമാണെന്നും വഴിതെറ്റുന്ന ലോകത്തെ കൈപിടിച്ചു നടത്താൻ ഇത്തരം ആശയങ്ങൾക്ക് സാധിക്കുമെന്നും പെരുമ്പടവം പറഞ്ഞു. പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ആരാധനാലയങ്ങളും വിശ്വാസി സമൂഹവും മാതൃകയാകണമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഏതു മതവിഭാഗക്കാർക്കും ധ്യാനിക്കാനുള്ള ഇടമൊരുക്കിക്കൊണ്ട് സജ്ജമാക്കിയ ശാന്തിധാര ധ്യാനവീതിയുടെ ഉദ്ഘാടനം മെൽബൺ രൂപതാ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ നിർവഹിച്ചു. അതിരൂപത സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ, ബസിലിക്ക റെക്ടർ ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, അബി ചെറിയാൻ, TK അന്തോണി, തോമസ് ഉമ്പാവു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ശാന്തിധാര ധ്യാനവീതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിശിഷ്ടാതിഥികളെല്ലാം ചേർന്ന് അശോകമരം നട്ടു. TCV ന്യൂസ്, തൃശൂർ. ഇന്റർനാഷണൽ ഫുൾ കോൺടാക്ട് മാർഷൽ ആർട്സ് ടൂർണമെന്റ് തൃശൂരിൽ തുടരുന്നു. തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. 300ഓളം കായിക താരങ്ങൾ മാറ്റിരിക്കുന്ന ടൂർണമെന്റിൽ പ്രാഥമിക റൗണ്ട് മത്സരങ്ങളാണ് അരങ്ങേറുന്നത്. വിദേശ താരങ്ങളടക്കമുള്ളവർക്ക് ഭക്ഷണവും താമസവുമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക മെഡിക്കൽ സംഘത്തിന്റെ സേവനവും മത്സരവേദിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. സമാപന ദിവസമായ നാളെയാണ് ഫൈനൽ മത്സരങ്ങൾ അരങ്ങേറുക. കായിക വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. മാർഷൽ ആർട്സിലെ വ്യത്യസ്ത ശൈലികളുടെ സമന്വയമെന്നതാണ് തൃശൂരിൽ അരങ്ങേറുന്ന അന്താരാഷ്ട്ര ഫുൾ കോൺടാക്ട് മാർഷൽ ആർട്സ് ടൂർണമെന്റിന്റെ സവിശേഷത. പുതിയ കാലത്ത് സ്ത്രീകളടക്കമുള്ളവർക്ക് മാനസികവും ശാരീരികവുമായ കരുത്തും പക്വതയും നേടുന്നതിന് ഇത്തരം ആയോധന കലകൾ അനിവാര്യമാണെന്നാണ് ഈ രംഗത്തുള്ളവരുടെ വിലയിരുത്തൽ. കരാത്തെ, ബോക്സിംഗ്, കിക്ക് ബോക്സിംഗ്, തായ്ക്കൊണ്ട എന്നിങ്ങനെയുള്ള വ്യത്യസ്ത ശൈലികളുടെ സമന്വയമാണ് ഫുൾ കോൺടാക്ട് മാർഷൽ ആർട്സ്. തല മുതൽ പാദം വരെയുള്ള ശരീരഭാഗങ്ങളിൽ പ്രതിയോഗിക്ക് ആക്രമിക്കാം എന്നതാണ് ഇതിൻ്റെ സവിശേഷത. കൈക്കൊണ്ടും കാൽ കൊണ്ടും പഞ്ച് ചെയ്തും കിക്ക് ചെയ്തും പ്രതിയോഗിയെ തറപ്പറ്റിക്കുന്നതാണ് ഇതിൻ്റെ രീതി. നിർദ്ദേശിക്കപ്പെട്ട മർമ്മങ്ങളിൽ ആക്രമിക്കാൻ പാടില്ല എന്നതാണ് ഇതിൻ്റെ നിബന്ധന. ഏതു ശൈലിക്കാർക്കും ഈ ഇനത്തിൽ പങ്കെടുക്കാമെങ്കിലും പൊതുവായ നിബന്ധനകൾ അനുസരിച്ചായിരിക്കും മത്സരം. തൃശൂരിൽ താരതമ്യേന ഫുൾ കോൺടാക്ട് മാർഷൽ ആർട്സ് അഭ്യസിക്കുന്നവർ കുറവാണെങ്കിലും കണ്ണൂരടക്കമുള്ള ജില്ലകളിൽ ഏറെ പേർ ഈ രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ചു കഴിഞ്ഞു. സ്വയരക്ഷയ്ക്കായും മാനസികവും ശാരീരികവുമായ കരുത്താർജിക്കുന്നതിനും പെൺകുട്ടികളടക്കമുള്ളവർക്ക് ഇത്തരം ആയോധന കലകൾ ഏറെ അനുയോജ്യമാണെന്ന് കരാത്തെ അസോസിയേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് നേടിയ ആദ്യത്തെ മലയാളിയും രണ്ടാമത്തെ ഇന്ത്യക്കാരനുമായ U സന്തോഷ് കുമാർ അഭിപ്രായപ്പെട്ടു. എല്ലാ കായിക കലയും ആയോധന കലകളും ഒരുമിച്ച് അണ്ടർ വൺ അംബ്രല്ല എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഫുൾ മാർഷൽ ആർട്ട് എന്ന് പറയാം. ബോഡിയുടെ തല തൊട്ട് വിരൽ വരെയുള്ള എല്ലാ ഭാഗത്തും വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാം. ഗ്രോയിൻ ഒഴിച്ച് നമ്മുടെ അമ്മ പെങ്ങന്മാരെ കൊണ്ടുപോകുമ്പോൾ ഒരു ഇഷ്യൂ വന്നാൽ അതിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മാർഷൽ ആർട്ട് പഠിച്ചാലേ പറ്റുള്ളൂ. സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അയ്യന്തോളിലെ ബ്ലാക്ക് ഡ്രാഗൺ മാർഷൽ ആർട്സ് അക്കാദമിയാണ് ഇന്റർനാഷണൽ ഫുൾ കോൺടാക്ട് മാർഷൽ ആർട്സ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ശ്രീലങ്ക, ഭൂട്ടാൻ, ദുബായ്, മലേഷ്യ, മൗറീഷ്യസ്, സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ ടൂർണമെന്റിൽ മത്സരിക്കുന്നുണ്ട്.
വെയിറ്റ് കാറ്റഗറി അനുസരിച്ച് 14 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. 300ഓളം കായിക താരങ്ങൾ മാറ്റുരയ്ക്കുന്ന ടൂർണമെന്റ് തിങ്കളാഴ്ച സമാപിക്കും. TCV ന്യൂസ്, തൃശൂർ. കുന്നംകുളത്ത് 2 ദിവസമായി സംഘടിപ്പിച്ച ഓണത്തല്ല് സമാപിച്ചു. 2ാം ദിവസമായി ഇന്ന് ഉച്ചതിരിഞ്ഞ് ആരംഭിച്ച തല്ല് വൈകിട്ട് 6:30യോടെയാണ് അവസാനിച്ചത്. ഓണത്തല്ലിനെ ആസ്പദമാക്കിയുള്ള 3ാം നാൾ എന്ന സിനിമ കൂടുതൽ കാണികളെ ഓണത്തല്ല് നേരിട്ട് ആസ്വദിക്കുന്നതിനെ പ്രേരിപ്പിച്ചതായി സംഘാടകർ അഭിപ്രായപ്പെട്ടു. വിവിധ ജില്ലകളിൽ നിന്ന് ഓണത്തല്ല് ആസ്വദിക്കാൻ നിരവധി പേർ എത്തിയിരുന്നു. സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം CP ജോൺ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പോപ്പുലർ ക്ലബ്ബ് പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷനായിരുന്നു. നെൽസൺ മേക്കാട്ടുകുളം, വാസു കോട്ടോൽ, CK രവി തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി കുണ്ടുവക്കടവ് ജലോത്സവത്തിൽ A ഗ്രേഡ് വിഭാഗത്തിൽ ഒരുമനയൂർ ശ്രീമുരുക ബോട്ട് ക്ലബിന്റെ സെന്റ് ആന്റണീസും, B ഗ്രേഡ് വിഭാഗത്തിൽ ഒരുമനയൂർ സൺറൈസ് ബോട്ട് ക്ലബിന്റെ പുത്തൻപറമ്പിലും ജേതാക്കളായി. മരുതിയൂർ കാളമന ഉദയ ബോട്ട് ക്ലബിന്റെ ശ്രീമുത്തപ്പനും നടുവിൽക്കര BCM ബോട്ട് ക്ലബിന്റെ ശരവണനും A ഗ്രേഡ് വിഭാഗത്തിൽ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. B ഗ്രേഡ് വിഭാഗത്തിൽ വെൺമേനാട് പടവരമ്പ് ബോട്ട് ക്ലബിന്റെ പാർത്ഥസാരഥി 2ാം സ്ഥാനവും മുപ്പട്ടിത്തറ ജലസംഘം ബോട്ട് ക്ലബിന്റെ മയിൽ വാഹനൻ 3ാം സ്ഥാനവും നേടി. മികച്ച അണിയക്കാരനായി ഒരുമനയൂർ ശ്രീമുരുക ബോട്ട് ക്ലബിന്റെ K ജിതിനെയും മികച്ച അമരക്കാരനായി നടുവിൽക്കര BCM ബോട്ട് ക്ലബിന്റെ K കണ്ണനെയും തിരഞ്ഞെടുത്തു. കുണ്ടുവക്കടവ് കായൽക്കരയിൽ തടിച്ചുകൂടിയ ആയിരങ്ങൾക്ക് ആവേശം പകർന്ന ജലോത്സവം PA മാധവൻ MLA ഉദ്ഘാടനം ചെയ്തു. KV അബ്ദുൽ ഖാദർ MLA ജലഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ജലോത്സവം സംഘാടക സമിതി ചെയർമാൻ MK അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. സിനിമാ താരം ഹരിശ്രീ അശോകൻ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇനി കാഴ്ചവട്ടം. തെരുവുനായ്ക്കളെ കൊല്ലാമെന്ന സുപ്രീം കോടതിയുടെ അനുമതി മലയാളികൾക്കുള്ള സമാശ്വാസ ഓണസമ്മാനമാണ്. അന്താരാഷ്ട്ര ശ്വാനദിനമായ ആഗസ്റ്റ് 26-ന് മുമ്പ് വന്ന വിധി ഉയർത്തിപ്പിടിച്ച് മനുഷ്യമഹത്വത്തിന്റെ ഉദാത്ത കാഴ്ചകളിലേക്ക്. ആഗസ്റ്റ് 26-നായിരുന്നു അന്താരാഷ്ട്ര ശ്വാനദിനം. ഭാഗ്യം, നമ്മുടെ നാട്ടിലെ ശ്വാനപ്രിയന്മാർ അക്കാര്യം അത്ര ശ്രദ്ധിച്ചില്ല. ഓണത്തിന്റെ വെപ്രാളപ്പാച്ചിലിൽ ആ ദിനം മറന്നു. അല്ലെങ്കിൽ കുറെ ശ്വാനമോഗികൾ പത്രത്തിലും ചാനലിലും പ്രത്യക്ഷപ്പെടാൻ വേണ്ടി കുറെ കോപ്രായങ്ങൾ കാട്ടിയേനെ. കൊല്ലങ്കോട് കൊയ്യാമരക്കാട് നായ കുറുകെ ചാടി 4 പേർ തെരുവിൽ ചോര ചിന്തി മരിച്ചത് ശ്വാനദിനത്തിലായത് യാദൃച്ഛികം. കഴിഞ്ഞ ആഴ്ച തൃപ്രയാറിൽ നായ കുറുകെ ചാടി നാട്ടിക സ്വദേശി ഖാലിദ് എന്ന വ്യാപാരിയുടെ ജീവൻ തെരുവിൽ പൊലിഞ്ഞതും മറക്കാനാവാത്ത ദുരന്തം. നാട്ടികയിൽ തെരുവു നായ്ക്കളെ കൊന്നപ്പോൾ പ്രതിഷേധിച്ച നായപ്രേമികളുണ്ടായിരുന്നുവത്രേ. ഖാലിദിന്റെ കുടുംബത്തിന്റെ ദുഃഖം ഇവർക്ക് മനസ്സിലാകുമോ? ഇതിനിടയിലാണ് സുപ്രീം കോടതിയുടെ സമാശ്വാസ വിധി വന്നത്. ഏതെങ്കിലും ആക്രമണകാരികളായ തെരുവു ചെകുത്താന്മാരെ കൊന്നാൽ കോടതി വിലക്കിന്റെ ഉമ്മാക്കി കാട്ടിയാണ് മേനകാ ഗാന്ധി അടക്കമുള്ളവർ കലിതുള്ളിയിരുന്നത്. ഇനി ആ ഭീഷണിയില്ല. തെരുവു നായ്ക്കളെ കൊല്ലാമെന്ന വിധിക്കെതിരെയുള്ള ഹർജി ജസ്റ്റിസുമാരായ ദീപക് മിശ്ര, R ഭാനുമതി എന്നിവരടങ്ങിയ ബെഞ്ച് കഴിഞ്ഞ ദിവസം തള്ളി. തെരുവു നായ്ക്കളെ കൊല്ലുന്നതിന് നഗരസഭകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും പഞ്ചായത്തുകൾക്കും തദ്ദേശ ഭരണ ഓംബുഡ്സ്മാൻ അനുമതി നൽകിയിരുന്നു. ഇതിനെ ഹൈക്കോടതി ശരിവച്ചു. ഈ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നായപ്രേമം തലയ്ക്ക് പിടിച്ച ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആനിമൽ പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ഈ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. ഇനി തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന് കുട്ടികളെയും കാൽനടക്കാരെയും ആക്രമിക്കുകയും വാഹനയാത്രക്കാരെ കാലപുരിക്കയക്കുകയും ചെയ്യുന്ന നായ്ക്കളെ കൊല്ലാൻ ഒരു നിയമ തടസ്സവുമില്ല. എന്തായാലും നവംബർ 18-നാണ് മൃഗക്ഷേമ ബോർഡിന്റെ ഹർജി ഇനി ഹൈക്കോടതി പരിഗണിക്കുക. അതിനു മുമ്പ് ശല്യം ഒഴിവാക്കാൻ കേരളത്തിന് സുവർണാവസരമാണ്. പഞ്ചായത്തുകൾ നടപടിയെടുത്തില്ലെങ്കിൽ സംഗതി കട്ടപ്പുക. മനുഷ്യജീവന് തെരുവു നായ്ക്കളുടെ ജീവനേക്കാൾ പ്രാധാന്യമുണ്ടെന്ന് ഹൈക്കോടതി ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതാണ് സത്യം. മനുഷ്യജീവന്റെ മഹത്വം മനസ്സിലാക്കാൻ മനുഷ്യസ്നേഹികൾക്കേ കഴിയൂ. ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം പ്രകാരം ജീവിക്കാനുള്ള അവകാശം മൗലിക അവകാശമാണ്. ഇതിനാണ് പ്രാധാന്യമെന്ന് സുപ്രീം കോടതി എടുത്തു പറയുന്നത്. എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കട്ടെ. നായ്ക്കളെ സംരക്ഷിക്കണം, നായ്ക്കളെ സംരക്ഷിക്കണം എന്നാണ് സന്നദ്ധ സംഘടന ആവശ്യപ്പെട്ടത്. ഈ നിലപാടിന് കോടതി നല്ല മറുപടി കൊടുത്തു. അസാധാരണം എന്നാണ് കോടതി ഇതിനെ വ്യാഖ്യാനിച്ചത്. അതായത് നായപ്രേമം തനി പ്രാന്ത് എന്നർത്ഥം. അനുബന്ധം: മൃഗങ്ങൾക്കുള്ള വർഗസ്നേഹമെങ്കിലും
മനുഷ്യൻ കാണിക്കണമെന്ന് തെരുവ് നായ ശല്യത്തെ പരാമർശിച്ച് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞതിൽ തത്വചിന്താപരമായ കാഴ്ചപ്പാടുണ്ട്. മനുഷ്യനും വർഗസ്നേഹം വേണം എന്നാണ് ഉണ്ണിയാടൻ പറഞ്ഞത്. അതായത് മനുഷ്യൻ ആദ്യം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കണം. മനുഷ്യനെ സ്നേഹിക്കാൻ മാത്രം മനുഷ്യൻ അറിയില്ലെന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കൊടകര വാസുപുരത്തും കാസർഗോഡ് രാജപുരത്തും ഓരോ മനുഷ്യജീവനെ കണ്ടാൽ മനുഷ്യർ എന്ന് തോന്നുന്നവർ വെട്ടി ആഞ്ഞു വെട്ടി തിരുവോണനാളിൽ കൊന്ന് കൊല വിളിച്ചത്. എള്ളോളമില്ല കള്ളത്തരം, കുന്നോളമേ ഉള്ളൂ. മലയാളിയുടെ ഈ കള്ളത്തരം കണ്ട് ഇനി മാവേലി ഇങ്ങോട്ട് വരില്ലെന്ന് ഉറപ്പ്. ശുഭം. ചിറ്റലപ്പിള്ളിയിൽ ആക്സിന്റെ ആംബുലൻസും ബൈക്കും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. മുല്ലശ്ശേരി സ്വദേശി തലക്കോട്ടുകര വീട്ടിൽ ബിനോയ് തോമസാണ് മരിച്ചത്. ആക്സിന്റെ ആംബുലൻസ് ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച ശേഷം കാറിലും ഇടിക്കുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന 7 പേർക്ക് പരിക്കേറ്റിരുന്നു. ചേർപ്പ് പൂത്രയ്ക്കൽ പള്ളിക്ക് സമീപം പെട്ടി ഓട്ടോ ഇടിച്ച് വൃദ്ധ മരിച്ചു. പൂത്രയ്ക്കൽ കോഴിക്കോടൻ വീട്ടിൽ പരേതനായ കൊച്ചുണ്ണി ഭാര്യ 80 വയസ്സുള്ള മാളുവാണ് മരിച്ചത്. ഇടിച്ച പെട്ടി ഓട്ടോ നിർത്താതെ പോയി. ഇന്നലെ വൈകിട്ട് 7ഓടെയായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ മാളുവിനെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേർപ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ തിരുനാവായ റെയിൽവേ പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച ഓഫീസ് നാളെ പൂട്ടും. ഓഫീസ് പൂട്ടുന്നത് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് തിരിച്ചടിയാകും. റെയിൽവേ പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കലിന് ആരംഭിച്ച സർവേ ഓഫീസാണ് പൂട്ടുന്നത്. 20 വർഷം മുമ്പാണ് ഗുരുവായൂർ തിരുനാവായ പാത നിർമ്മാണത്തിനായി തറക്കല്ലിട്ടത്. ഭൂമി ഏറ്റെടുക്കൽ സർവേ നടപടികൾക്കായി 20 ജീവനക്കാരെയാണ് റെയിൽവേ സംസ്ഥാന സർക്കാരിന് വിട്ടുനൽകിയിരുന്നത്. ഓഫീസ് പൂട്ടുന്നതോടെ ഗുരുവായൂർ തിരുനാവായ പാത ഭൂമി ഏറ്റെടുക്കൽ അനിശ്ചിതത്വത്തിലാകും. പാറളം സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ഉദ്ഘാടന സമ്മേളനം നടത്തി. കോടന്നൂർ സെന്ററിൽ ഇന്ന് രാവിലെ നടന്ന ചടങ്ങ് സഹകരണ മന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗീതാ ഗോപി MLA അധ്യക്ഷത വഹിച്ചു. ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ മുഖ്യാതിഥിയായിരുന്നു. DCC പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻ കുട്ടി കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു. സ്ട്രോങ് റൂം ഉദ്ഘാടനം ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK അബ്ദുൽ സലാമും ഡെപ്പോസിറ്റ് ഉദ്ഘാടനം സംസ്ഥാന സഹകരണ പരീക്ഷാ ബോർഡ് ഡയറക്ടർ ജോസഫ് ചാലിശ്ശേരിയും നിർവഹിച്ചു. CV ശശിധരൻ, CN ഗോവിന്ദൻകുട്ടി, ബിന്ദു അശോകൻ തുടങ്ങി ത്രിതല പഞ്ചായത്ത് മെമ്പർമാരും മറ്റ് സഹകരണ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9846117974 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പുത്തൂർ തോണിപ്പാറയിൽ കരിങ്കൽ ക്വാറിയിൽ വൃദ്ധനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൂർ വിയോക്കാരൻ 60 വയസ്സുള്ള അയ്യപ്പനാണ് മരിച്ചത്. ഇന്ന് രാവിലെ മുതൽ ഇയാളെ കാണാതായിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തളിക്കുളം കച്ചേരിപ്പടിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 യുവാക്കൾക്ക് പരിക്കേറ്റു. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങര സ്വദേശി തൈക്കാട്ടിൽ ചിഞ്ചു ശങ്കർ, തളിക്കുളം സ്വദേശികളായ പട്ടത്ത് നിഖിൽ, റിജിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 9-ന് ശേഷമായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെയും വാടാനപ്പള്ളിയിലെ തളിക്കുളത്തെയും ആക്ട്സ് പ്രവർത്തകർ ചേർന്ന് തൃശൂർ വെസ്റ്റ് ഫോർട്ട്, കൂർക്കഞ്ചേരി എലൈറ്റ് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 ബൈക്കുകളും പൂർണ്ണമായി തകർന്നു. മണ്ണമ്പേട്ടയിൽ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ പോയിരുന്നവരെ തെരുവുനായ ആക്രമിച്ചു. 5 സ്ത്രീകൾ ഉൾപ്പെടെ 7 പേർക്ക് പരിക്കേറ്റു. തലയപറമ്പിൽ കത്രീന, മഞ്ഞളി ദേവസിക്കുട്ടി ഭാര്യ അന്നംകുട്ടി, ചുങ്കൻ ജോർജ് മകൻ സിബി, വരാക്കര ചുക്കിരി തോമസ് ഭാര്യ ബേബി എന്നിവർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. പരിക്കേറ്റവരെ മുളങ്ങുന്തകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നായയുടെ കടിയേറ്റ് വിരലുകൾ മുറിഞ്ഞ കത്രീനയെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് ആരംഭിക്കുന്ന ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. ഗുരുവായൂർ റോഡിൽ മുനിസിപ്പൽ ക്വാർട്ടേഴ്സിന് സമീപം ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പുതിയ ടൂറിസം മാപ്പ് സംസ്ഥാനത്തിനും ഒപ്പം കുന്നംകുളത്തിനും വികസനപരമായും തൊഴിൽപരമായും ഏറെ ഗുണകരമാകുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ബാബു M പാലിശ്ശേരി MLA അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം CP ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. നഗരത്തിലും ഗ്രാമങ്ങളിലുമുള്ള കാഴ്ചകളെ വിദേശി സ്വദേശി സഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി സ്ഥാപിക്കുന്ന ഇൻഫർമേഷൻ സെന്റർ 50 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മിക്കുന്നത്. ഇതിനായി 15 സെന്റ് സ്ഥലം നഗരസഭ നൽകിയിരുന്നു. നിർമ്മിതി കേന്ദ്രത്തിനാണ് ഇൻഫർമേഷൻ സെന്ററിന്റെ നിർമ്മാണ ചുമതല. 1820 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം 1 വർഷത്തിനകം പൂർത്തിയാക്കും. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ വടക്കുന്നാഥ ക്ഷേത്രം ശ്രീമൂലസ്ഥാനത്ത് ഗോപൂജ സംഘടിപ്പിച്ചു. തിരുവമ്പാടി ക്ഷേത്രം മേൽശാന്തി മൂത്തേടത്ത് സുകുമാരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് മാത്തൂർ സതീഷ് വാദ്യാർ ഗോപൂജയ്ക്ക് നേതൃത്വം നൽകി. ഡോക്ടർ AMC മേനോൻ അധ്യക്ഷനായിരുന്നു. ജനറൽ കൺവീനർ NV ദേവദാസ് വർമ്മ, രവി തിരുവമ്പാടി, അജയകുമാർ പണിക്കർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. തൃശൂർ നഗരത്തിൽ നാളെ പുലികളിറങ്ങും. പുലിക്കളിയോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. നാളെ വൈകിട്ട് 4 മുതൽ പുലിക്കളി TCBയിൽ തത്സമയം. കൊടകരയിൽ BJP പ്രവർത്തകൻ അഭിലാഷിനെ വധിച്ച കേസിൽ 3 പേർ കൂടി പിടിയിൽ. മുഖ്യ സൂത്രധാരനടക്കമുള്ള സംഘമാണ് പിടിയിലായത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 5 ആയി. ശ്രീനാരായണ ഗുരുജയന്തി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഗുരുപൂജ, പ്രാർത്ഥനാ യോഗം, ഘോഷയാത്ര തുടങ്ങിയവയായിരുന്നു പരിപാടികൾ. മരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ഹരിത സമൃദ്ധി തിരിച്ചുപിടിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരൻ. ആരാധന പോലെ ഏറ്റെടുക്കേണ്ട വിശുദ്ധമായ കർമ്മമാണ് പ്രകൃതി പരിപാലനമെന്നും പെരുമ്പടവം. ഫുൾ കോണ്ടാക്ട് മാർഷൽ ആർട്സ് ടൂർണമെന്റ് തൃശൂരിനെ പുതുമയായി. ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് വിദേശികളടക്കമുള്ള 300ഓളം കായിക താരങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.